വർഷം 2013. ഒരു 18-കാരൻ മലയാളി പയ്യൻ രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേയിങ് 11-ൽ സ്ഥാനം പിടിക്കുന്നു. തൊട്ടു മുൻപുള്ള വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായിരുന്നെങ്കിലും അവന് കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. ലഭിച്ച ആദ്യ അവസരത്തിൽ തന്നെ ടീമിനെ വിജയതീരം അണിയിക്കുന്നു. വിക്കറ്റിന് പിന്നിൽ അസാമാന്യ പ്രകടനം പുറത്തെടുക്കുന്നു. ആ സീസണിൽ ലോകോത്തര ബൗളർമാരെ അനായാസം അവൻ അതിർത്തി കടത്തുന്നു. IPL ക്രിക്കറ്റിൽ ദീർഘകാലത്തേക്കെന്ന് മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തന്നെ ആദ്യമായി ഒരു മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ പേര് കുത്തിവെക്കപ്പെടുന്നു. അന്നു മുതൽ ഇന്നു വരെ രാജസ്ഥാൻ റോയൽസ് എന്ന IPL ടീമിന്റെ നെടുന്തൂണായിരുന്നു സഞ്ജു വിശ്വനാഥ് സാംസൺ. താരതമ്യേന IPL-ൽ ആരാധകർ കുറഞ്ഞ ടീമായ RRനെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ടീമാക്കി മാറ്റി. സഞ്ജുവിനെ സ്റ്റാറാക്കി മാറ്റുന്നതിൽ രാജസ്ഥാൻ റോയൽസിനും നിർണായകമായ പങ്കുണ്ടായിരുന്നു. ഇന്ന് IPL-ലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നിലേക്ക് സഞ്ജു കാലെടുത്ത് വെക്കുകയാണ്, അതും 18 കോടി രൂപ ട്രേഡിൽ. മഞ്ഞക്കുപ്പായത്തിൽ ആരാധകരുടെ അടുത്ത തലയാകാൻ സഞ്ജുവിന് സാധിക്കുമോ? 2013-ൽ രാജസ്ഥാനിലൂടെ IPL തുടങ്ങിയ സഞ്ജു 2 സീസണുകളിൽ ഡൽഹിയുടെ താരമായിരുന്നു. 2018-ൽ വീണ്ടും രാജസ്ഥാനിലെത്തി. 21-ൽ ക്യാപ്റ്റനായി. 2022-ൽ ടീമിനെ ഫൈനൽ വരെ എത്തിച്ചു. മികച്ച പ്രകടനം IPL-ൽ നടത്തിയെങ്കിലും ഒരു IPL കിരീടം സഞ്ജുവിന് അന്യമാണ്. അത് ചെന്നൈയുടെ കുപ്പായത്തിൽ നേടാനുറച്ച് 2026-ൽ സഞ്ജു പാടുകെട്ടിയിറങ്ങും. സഞ്ജുവിന് പകരമായി 2012 മുതൽ CSKയുടെ സ്റ്റാർ മെറ്റീരിയൽ രവീന്ദ്ര ജഡേജ രാജസ്ഥാന്റെ ഭാഗമാകും. സാം കറനെയും പകരം നൽകിയാണ് CSK സഞ്ജുവിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. ധോണിക്ക് പകരം ഒരു മെറ്റീരിയലിനെ കഴിഞ്ഞ സീസണുകളിലൊന്നും കണ്ടെത്താൻ CSKക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ ധോണി വിരമിക്കുന്ന റീപ്ലേസ്മെന്റിലേക്ക് ഇന്ന് സഞ്ജുവിനോളം നല്ല ഓപ്ഷൻ ഇല്ല. ഒരുപക്ഷെ തന്റെ IPL വെടിക്കെട്ടും ഫോമും സ്ഥിരതയും ഒക്കെ തുടർന്നാൽ CSKയുടെ അടുത്ത തലയെന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം സഞ്ജുവിനധികം അകലെയല്ല.